ഗോപാൽ വർമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് മോഹൻലാൽ തന്നെ പറഞ്ഞത് അത് കുറച്ച് ബ്ലാക്ക് ഹ്യൂമറാണ്, കുറച്ച് കയറ്റി പറഞ്ഞതാണ്. പക്ഷേ സത്യത്തിൽ അതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ ദാദാ സാഹേബ് ഫാൽക്കെക്ക് അദ്ദേഹത്തിനും അഭിമാനിക്കാം എന്ന മട്ടിലാണ് ഇദ്ദേഹം അത് പറഞ്ഞത്. അത് നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്ന ആളുകൾ അത് ആലോചിക്കേണ്ടതാണ്. നരേന്ദ്രമോദി സത്യത്തിൽ BJP-ക്കാർക്ക് സന്തോഷിക്കാനൊരു കാര്യമുണ്ട്, നരേന്ദ്രമോദിയെ ചേർത്ത് സന്തോഷിക്കാനൊരു കാര്യമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കാലത്താണല്ലോ മോഹൻലാലിന് അവാർഡ് കൊടുക്കാൻ പറ്റിയത് എന്നതിൽ സത്യത്തിൽ അവർക്ക് അഭിമാനിക്കാം. നന്ദി പറയേണ്ട കാര്യമില്ല, അഭിമാനിക്കാം. അതായത് അതിപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ കാലത്തോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന മറ്റേതെങ്കിലും പ്രധാനമന്ത്രിമാരുടെ കാലത്തോ ആണെങ്കിൽ മോഹൻലാലിന് ഈ അവാർഡ് കൊടുത്ത ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കൊടുത്ത സർക്കാർ എന്നൊരു ഗരിമ ആ സർക്കാരിന് കിട്ടിയത്. അതുകൊണ്ട് മോദിജി അഭിമാനിക്കുകയാണ് വേണ്ടത്. എൻ്റെ സർക്കാരിൻ്റെ കാലത്താണല്ലോ മോഹൻലാലിനെ പോലൊരു വലിയ ആൾക്ക് അർഹിക്കുന്ന ആ ഒരു അവാർഡ് ഞാൻ കൊടുത്തത് എന്ന് അദ്ദേഹത്തിന് അഭിമാനിക്കാം. അതുകൊണ്ട് തന്നെ BJP-ക്ക് അഭിമാനിക്കാനായിട്ടുണ്ട്. നന്ദി പറയുന്നത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നന്ദി പറയാമെന്ന് വെച്ചാൽ മോഹൻലാൽ 48 വർഷമായി അഭിനയം തുടങ്ങിയിട്ട്. അദ്ദേഹം കയറി വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു എന്താണ് രാത്രി കഴിഞ്ഞ് പകൽ വരുന്ന പോലെ, കാറ്റടിക്കുന്ന പോലെയൊക്കെ വളരെ സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അങ്ങനെ നല്ല അഭിനയത്തിലൂടെ വന്ന് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയൊരു അവാർഡാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് കിട്ടേണ്ടുന്നൊരു അവാർഡ് കൊടുത്തതിന് ഇദ്ദേഹത്തിന് നന്ദി പറയേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണ് പിന്നെ കാറ്റടിക്കുന്നതിന് നന്ദി മോദിക്ക്, അല്ലെങ്കിൽ രാവിലെ നേരം പുലരുന്നതിന് നന്ദി മോദിക്ക് എന്നൊക്കെ പറയുന്ന പോലെ വളരെ സാധാരണ കാര്യത്തിന് നന്ദി പറയുന്ന പോലെയാവും. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയണം. ഞാൻ മോഹൻലാൽ എന്ന് പറഞ്ഞപ്പോഴെല്ലാം മമ്മൂട്ടി എന്നുകൂടെ മനസ്സിൽ വരുന്നൊരു സാധാരണ മലയാളി ആയതുകൊണ്ട് മമ്മൂട്ടിയും യഥാർത്ഥത്തിൽ ഈ വലിയ അവാർഡുകൾക്ക് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം അദ്ദേഹത്തിന് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടേണ്ടതാണ്. അദ്ദേഹം അത് അറിയിക്കുന്ന ആളാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അവരുടെ ഇത് മോഹൻലാൽ ആവർത്തിച്ച് പറഞ്ഞു കേട്ടോ. മോഹൻലാലിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യം, മോഹൻലാൽ ഈ അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ട കാലം തൊട്ട് അദ്ദേഹം ഇതെൻ്റെ മാത്രമല്ല, ഇത് നിങ്ങളുടേതാണ്, ഇത് കണ്ട് എന്നെ ഇങ്ങനെ വളർത്തിയ ആളുടെയാണ്, മലയാള സിനിമയുടെ ഇൻഡസ്ട്രിയുടേതാണ്, എനിക്കൊപ്പം ജോലി ചെയ്ത ആളുകളുടേതാണ്, എൻ്റെ കൂടെ നിന്ന ആളുകളുടേതാണ്. മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമുക്ക് മമ്മൂട്ടി കൂടെ ഓർമ്മ വരുന്നത് അവരുടെ ഒരു പരസ്പരമുള്ള സ്നേഹത്തോടെയുള്ള മത്സരത്തിൻ്റെ കൂടെ ചരിത്രമാണ്. അവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസിൻ്റെ ഗാംഭീര്യത്തിൻ്റെ ചരിത്രവും മലയാള സിനിമയുടെ ചരിത്രവും അങ്ങനെയാണ്. 98-ൽ പത്മശ്രീ അവാർഡ് കിട്ടി മമ്മൂട്ടിക്ക്. അതിനുശേഷം രാജ്യത്തിൻ്റെ അവാർഡുകളും പുരസ്കാരങ്ങളും ഒന്നും അദ്ദേഹത്തെ ആ നിലക്ക് തേടിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാലയ്യ ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ അവിടുത്തെ നടൻ, ബാലയ്യക്ക് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ് രജനീകാന്തിന് ഫാൽക്കെ കിട്ടിയിട്ടുണ്ട്, കമലഹാസന് കിട്ടിയിട്ടില്ല. ബാലയ്യ, അജിത്ത്, ചിരഞ്ജീവി, ശോഭനക്കൊക്കെ പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്, മമ്മൂട്ടിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അത് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന മോഹൻലാലിന് കിട്ടിയ ഈ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മമ്മൂട്ടി കിട്ടാത്തത് മറ്റു പല കാരണങ്ങൾ കൊണ്ടുമായിരിക്കും. മമ്മൂട്ടിക്ക് കൂടെ കിട്ടിയതാണ്. അത് മോഹൻലാൽ അങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ മലയാളത്തിൻ്റെ ആകെ എനിക്കൊപ്പം വളർന്ന അല്ലെ എന്നെ വളർത്തിയ ആളുകൾക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് മലയാളികളുടെ ആകെ ഒരു പുരസ്കാരമാണ്. ഞാൻ ഈ സമയത്ത് മമ്മൂട്ടിയെ കൂടെ ആ നിലക്ക് തന്നെ ഓർക്കുകയാണ്.